ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് മോഡൽ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു 2026 തന്നെ പ്രൊമോ വീഡിയോ ആയിട്ട്. അപ്പോൾ രണ്ടും കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഈസി ആയിട്ടുള്ളതും സാധനം ചെയ്യാം, പക്ഷേ അത് സാധനം കുറച്ച് യുണീക്ക് ആയിരിക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ഐറ്റം പിടിച്ചിട്ടാണ്. സോ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ക്യാപ്കട്ടിലോ വിഎന്നിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് നോക്കിയാൽ മതി. സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊമോ വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാതെ ഫുള്ളായിട്ട് കാണാതെ ഇടക്കും തലക്കും കണ്ടിട്ട് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് പറഞ്ഞിട്ട് ആരും വന്ന് കമന്റ് ഇടരുത്. അപ്പോൾ ഞാൻ എല്ലാതും വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ട് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്കിപ്പ് അടിച്ച് പോകുന്നവരാണ് ഈ കമന്റ് വന്നിട്ടാറ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷനിലാണ് ഇത് മേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ടെംപ്ലേറ്റ് 39 സെക്കൻഡ്. ഈ ഒരു 39 സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എക്സ്ട്രാ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തോട്ടെ വെച്ചിട്ട് ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടു ഒരുപാട് ഡ്യൂറേഷൻ കൂട്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയും കണ്ടില്ലേ കുറേ ഡ്യൂറേഷൻ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ എത്രയാണോ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരിക അതിനനുസരിച്ച് ബാക്കി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കളയൊക്കെ വേണം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറയുന്നത് ഞാനൊരു ഗൾഫിലുള്ള ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അയാൾ കുറച്ച് അത്യാവശ്യം ഫെയിമാണ്. അപ്പോൾ അയാളുടെ റെസ്റ്റോറൻറ്റ് വേണ്ടി മേക്ക് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും ഈ ഒരു വെച്ചതിൽ ഈ പെണ്ണിലെടുത്ത് ആ ചങ്ങായിയാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ള് റീക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാനതവിടെ ഒരു പെണ്ണിനെ മാറ്റി അവിടെ റീപ്ലേസ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ഇരുന്ന് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോൻ്റെ കമന്റിന് അവിടെ ഹൈപ്പ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 21ാമത്തെ സെക്കൻഡ് വരെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ നോർമൽ രീതിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ രസം അങ്ങോട്ട് പോകും. കാരണം ഇതിലത്തെ എല്ലാ ടെക്സ്റ്റും കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു സ്ക്രിബിൾ പോലെ ഇങ്ങനെ ഇളകി കളിക്കണുണ്ടല്ലേ. അപ്പോൾ അതന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സാധനം നൈസ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവേലിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കോളേജ് സ്കൂളിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ജിമ്മോ അല്ലെങ്കിൽ വല്ല ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് പറയുന്നത് ഓണം സെലിബ്രേഷൻ എന്നാണ് ആദ്യം എഴുതി കൊടുക്കുന്നത്. ഓണം സെലിബ്രേഷൻ 2026. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ അതാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിൽ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് പോയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഓണം എന്ന് എഴുതി കൊടുക്കുകയാണ്. ഓണം എന്ന് എഴുതി ഫോണ്ടിൽ പോയിട്ട് ഒരു ടാളായിട്ടുള്ളൊരു ഫോണ്ട് ആകുമ്പോൾ ഒന്നുകൂടി സാധനം കാണാനൊരു രസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോവിയാൽ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഫോണ്ടാണ് അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്തത്. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു കണ്ടോ. ഇനി ഓരോന്ന് 1 by 1 ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓണം എന്ന് എഴുതി ശേഷം ഈ ഒരു സ്റ്റൈലിൽ പോയിട്ട് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന കളർ പറയുന്നത് ഒരു എന്താ പറയുക ഒരു നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒരു കളറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്കിൻ ടോണിൻ്റെ കളറിൻ്റെ ഒരു ക്രീം കളർ ഇതേപോലെ ഒന്ന് ഞാൻ ചൂസ് ചെയ്യാണ്. ഒന്നുകൂടെ ഈ ഒരു കളറിൻ്റെ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തു. ശേഷം നേരെ ഷേഡോസിൽ പോവുക. ഷേഡോസ് പോയിട്ട് നിങ്ങൾ അതിലേക്ക് ഒരു ഓറഞ്ച് കളർ ഷേഡോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓറഞ്ച് കളർ ഷേഡോ ആഡ് ചെയ്തിട്ട് ഇതിലെ ഈ ഒരു ബ്ലർ നിങ്ങൾ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പം ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 5 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് അറിയുക നമുക്കൊരു ഇപ്പോൾ ഇതേപോലെ ഓണം സെലിബ്രേഷൻ ഒരു ഏകദേശം ഈ ഒരു ലെവലിലേക്കാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യെല്ലോ കളർ പിന്നെ ഇവിടുന്ന് അടുത്ത ഭാഗം വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഏകദേശം അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേപോലെ നമുക്കിനി ഈ ഒരു പർപ്പിളായിട്ടുള്ള ഭാഗം വരുന്നത് ഏകദേശം ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു 3.9 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓണം സെലിബ്രേഷൻ 2022 എന്ന് വരണം. അതിൻ്റെ കൂടെ പിന്നെ നിങ്ങളുടെ ഒരു കോളേജിൻ്റെ ഓണം സെലിബ്രേഷന് ഇപ്പോൾ ഒരു പേരുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ കാഹളം എന്നാണ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ നമുക്ക് ഈ ഒരു 3.9 സെക്കൻഡിനുള്ളിൽ വന്ന് പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഓണം എന്നുള്ളത് കുറച്ച് ഓണം സെലിബ്രേഷൻ എന്നുള്ളത് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ ഒരു ഓണം എഴുതിയത് നിങ്ങൾ ഒന്നുകൂടി എഡിറ്റിൽ പോവുക. എഡിറ്റ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ആനിമേഷൻ എന്നുള്ളത് ഉണ്ടാവും. ആ ഒരു ആനിമേഷൻ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഇന്ന് ഔട്ട് ലൂപ്പ് എന്നുള്ളത് ഉണ്ടാവും. അതിൽ ഇന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിലെ ഈ ഒരു ഫാസ്റ്റ് ലാൻഡിങ് എന്നുള്ളത് കണ്ടോ, അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപ്കട്ട് പ്രോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രീ ആയിട്ടുള്ളത് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ നല്ല ചാടണം നല്ല നൈസ് ആയിട്ടുള്ള സാധനം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇന്ന് എന്നുള്ളത്
ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കാണാം ഒരു ബ്ലൂ ലൈന്. ഈ ഒരു ബ്ലൂ ലൈനിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ സ്ക്രിബിൾ പോലെ ആവണം. അതിനായിട്ട് ഇനി ലൂപ്പ് എടുക്കുക. എന്നിട്ട് ഇതിലെ ലൂപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ നമ്മുടെ ഈ ഒരു സ്ക്രിബിൾ പോലെയുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഇതിൽ നോക്കിയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ സ്ക്രിബിൾ പോലെയുള്ള സാധനം ഉണ്ട് ഇതിൽ, ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഈ ഒരു ട്വിസ്റ്റ് എന്ന് എഴുതിയത് കണ്ടോ, അല്ലെങ്കിൽ ട്രംബിൾ എന്ന് എഴുതിയുണ്ട്. ട്വിസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ആളുകൾ കണ്ടില്ലേ കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ പോലെ വന്ന് പിന്നെ നമ്മുടെ ടെക്സ്റ്റിന് ഇങ്ങനെ അളക്കം വന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ ഓണം എന്ന് എഴുതി. ഇനി ഇതിന് നേരെ ഈ ഒരു ടെക്സ്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ഇനി ഒരു ഓണം എന്ന് എഴുതി റീനെയിം ചെയ്യുക, പുതിയ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. ശേഷം അവിടെ സെലിബ്രേഷൻ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റിനെ ഇതേപോലെ അടിയിലേക്ക് എഴുതി കൊടുക്കുക. നമ്മളിങ്ങനെ ഈ ഓണത്തിൻ്റെ അടിയിൽ എഴുതി കൊണ്ടുപോയി വെക്കുക. ഇനി വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, സെലിബ്രേഷൻ എന്നുള്ളത് കളയുക, 2026 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ അതേപോലെ അടിയിലോ അല്ലെങ്കിൽ മേലെ നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് താഴേക്കാണ് വെക്കുന്നത്. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ 2022 കണ്ടോ. ഞാൻ ഇതിൻ്റെ ഈ ഒരു വോയിസ് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് അറിയുക, ഇതിപ്പോൾ വരുന്നത് അറിയുന്ന ഒക്കെ ഒരേപോലെ വരുന്നത്. നമുക്ക് ആദ്യം ഓണം വന്ന് സെലിബ്രേഷൻ വന്ന് 2026 വരണം. അപ്പോൾ ഇതേപോലെ ഓണത്തിൻ്റെ അവിടെ നിന്ന് സെലിബ്രേഷൻ കുറച്ച് മുമ്പ് നീക്കുക, അതേപോലെ ഇവിടെയും കുറച്ച് മുമ്പ് നീക്കുക. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറിയുക, ഇതിൻ്റെയൊക്കെ എൻഡിങ് എല്ലാത്തിൻ്റെയും ഒരേ ലെവലിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഓണം സെലിബ്രേഷൻ 2026. ഇനി അടുത്തത് നമ്മളൊരു നമ്മളെ കോളേജിൻ്റെ എല്ലാം ഞാൻ എഴുതുന്നത്. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ ഇവിടെ കാഹളം എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറിയുക, താഴത്തെ ബോക്സിൽ ആഡ് ടെക്സ്റ്റ് പോയിട്ട് ഈ ഒരു എൻ്റർ ടെക്സ്റ്റിൽ നിങ്ങൾ കാഹളം എന്ന് മലയാളത്തിൽ എഴുതുക ആദ്യം, കാഹളം. അപ്പോൾ ഞാനിവിടെ കാഹളം എന്ന് എഴുതിയിട്ടുണ്ട്. കാഹളം എന്ന് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ഫോണ്ട് കിട്ടൂല. ഇനി ഈ ഒരു കാഹളം എന്ന് എഴുതിയിട്ടുള്ള ഇത് നേരെ ഫുള്ളായിട്ട് നിങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ അവിടെ കോഡ് FML എന്ന് അടിച്ചു കൊടുക്കുക. കോഡ് FML ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ, കോഡ് FML എന്ന് അടിക്കുക. എന്നിട്ട് അതിൽ രതീഷ്.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് പോയിട്ട് ഈ മേലത്തെ ബോക്സിൽ നിങ്ങൾ ആ കാഹളം എന്ന് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ഇതിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിയിലൊരു ലെറ്റേഴ്സ് വരും, അത് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാനുള്ള ആ ഒരു ഭാഗം മറ്റേ യെല്ലോ കളർ ബോക്സിൽ അത് അവിടെ നെക്കി തന്നെ കോപ്പി ആവും. എന്നിട്ട് ഈ ഒരു കാഹളം എന്നുള്ളത് കളഞ്ഞിട്ട് വീണ്ടും ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷാണ് കിട്ടുക. ശേഷം നിങ്ങൾ ഫോണ്ടിൽ പോയിട്ട് ഒരു മലയാളം ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മലയാളം ഫോണ്ട് ആഡ് ചെയ്താലുള്ളൂ ആ ഒരു ടെക്സ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാഹളം എന്ന് എഴുതിയിട്ടുണ്ട്, ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഒരു കാഹളം എന്നുള്ള ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റൈലിൽ പോയിട്ട് ഇതിന് കളർ നമുക്ക് ആ സെയിം കളറിനെ കൊടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു റെഡ് കളർ ആദ്യം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റൈലിൽ പോയിട്ട് ഞാൻ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ഞാനൊരു റെഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ഡാർക്ക് റെഡ് നോക്കി നോക്കാം. ഓക്കെ, ഒരു ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു യെല്ലോ. ഓക്കെ, ഒരു യെല്ലോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഷേഡോസിൽ പോയിട്ട് ഷേഡോസ് ഞാനൊരു ബ്ലാക്ക് കളർ ആക്കി കൊടുത്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കൊടുത്തുള്ള ഒരു ഡാർക്ക് റെഡ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡാർക്ക് റെഡാണ് ആക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കാഹളം എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ടോ. ശേഷം ഇനി ഇതിലേക്ക് നമ്മളൊരു ടെക്സ്റ്റ് ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു പർപ്പിളിൻ്റെ ആകെ ഈ ഒരു ലെവലുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് കറക്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഒരേപോലെ ആക്കി കൊടുക്കുക. ശേഷം എഡിറ്റ് പോയിട്ട് ആനിമേഷനിൽ ഇനി ഈ ഒരു കാഹളം എന്നുള്ളതിലേക്ക് നല്ലൊരു ടെക്സ്റ്റിനെ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്യാതറിങ് മോഷൻ എന്നുള്ളത് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി വേറെ നല്ല ഉണ്ടോ നോക്കാം. ഓക്കെ, ഈ ഒരു എന്താണ് വെർബറ്റിം സ്ക്യൂയിൻ എന്നുള്ളത്. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം ലൂപ്പിൽ പോയിട്ട് ലൂപ്പിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റ് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിന് ഇപ്പോൾ ഒരു സ്ക്രിബിൾ എഫക്റ്റും കിട്ടി. ഇപ്പോൾ അത് കാഹളം വന്ന്. ഓക്കെ, ഇനി ഇവിടെ ഇതിന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു വൈറ്റ് ബോക്സ്, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ആനിമേഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് റെഡിയാക്കാൻ നിങ്ങളൊന്നെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആനിമേഷൻ്റെ ഡ്യൂറേഷൻ നിങ്ങളൊന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു കുറച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ജസ്റ്റ് മാക്സിമം അതേപോലെ സൂം ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയി നോക്കുക. അപ്പോൾ കണ്ട ഈ ഒരു എഫക്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ടെക്സ്റ്റ് കാണാണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പറയാൻ ജസ്റ്റ് ആ ഒരു വൈറ്റ് ബോക്സിൻ്റെ കുറച്ച് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഈ ടെക്സ്റ്റിൻ്റെ എൻഡിങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. അപ്പോൾ അത് അവിടെ കറക്റ്റായി. ഇനി ഈ ഒരു ഭാഗത്ത് ഇനി നമ്മൾ എഴുതേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോളേജിൻ്റെ പേര് വരണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന ടൈം വരണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ടൈം കാര്യങ്ങളൊക്കെ എഴുതുന്നത്, ടൈം മീൻസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനായിട്ട് ടെക്സ്റ്റ് പോവുക, നമ്മുടെ ഈ ഒരു ഓണം എഴുതിയ ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ നേരെ ഇങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് ഇവിടെ കൊടുന്നിടുക. ഓക്കെ, കൊടുന്നതിന് ശേഷം കുറച്ചുകൂടി കയറ്റി കൊടുക്കുക. നമ്മുടെ ഈ ഒരു ആനിമേഷൻ വന്നിട്ട് ആ എല്ലാം ഒന്ന് കറക്റ്റ് വന്നോട്ടെ.
ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇത് അവിടെ എത്തി, ഓണം എന്ന് എഴുതിയത്. ഇതിനെ ഞങ്ങളുടെ മേലേക്ക് ആക്കിയതിന് ശേഷം സ്റ്റൈലിൽ പോയിട്ട് ഇതിൻ്റെ കളർ ടെക്സ്റ്റിൻ്റെ കളർ ഞാനൊരു ഡാർക്ക് റെഡ് ആക്കി കൊടുക്കുകയാണ്. ഡാർക്ക് റെഡ് ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഷേഡോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ഷേഡോ കൊടുക്കുക. അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ ഷേഡോ ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇവിടെ അടുത്തത് എഴുതേണ്ടത് പറഞ്ഞാൽ നമ്മുടെ പരിപാടിയുടെ ഡേറ്റ് ടൈം അതൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഓഗസ്റ്റ് ആണ് എഴുതുന്നത്. AUGUST എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ ഓഗസ്റ്റ് എന്നാണ് അത് എഴുതുക. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 24, 2026 എഴുതി കൊടുത്തതിന് ശേഷം ആ ടെക്സ്റ്റിനെ ഇതേപോലെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതേപോലെ കാഹളം വന്ന് ഓഗസ്റ്റ് 2000 ഈ ഒരു ടെക്സ്റ്റ് രണ്ടും ഒപ്പം വരുന്നത്. അത് കുറച്ചിങ്ങോട്ട് ഇതേപോലെ കയറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും വേറെ വേറെ ടൈമിൽ അപ്പോഴാണ് കാണാൻ രസം ഉണ്ടാവുക. കണ്ടോ? അപ്പോൾ അത് ശരിയായി. ഇനി അടുത്തത് ഓഗസ്റ്റ് എന്നുള്ളതും ഇതും തമ്മിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അടുത്തത് എഴുതി കൊടുക്കാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, നേരെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കുക. അടുത്തതും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, നേരെ ഇവിടെ കൊടുന്ന് വെക്കുക. ഇനി ഇവിടെ എഴുതേണ്ടത് അറിയാം നിങ്ങളുടെ കോളേജിൻ്റെ പേര് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലിമെൻറ്റ് എന്ന് എഴുതുന്നുണ്ട്. ലിമെൻറ്റ് അടിയിൽ കോളേജ് പട്ടാമ്പി എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലിമെൻറ്റ് കോളേജ് പട്ടാമ്പി എന്ന് എഴുതി ഞാൻ. ഓക്കെ, ശേഷം രണ്ടും ഒരേ ലെവലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കയറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കാഹളം വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയ കൂടി പറഞ്ഞുതരാം. രണ്ടും ഇതേപോലെ മേലേക്ക് തന്നെ കൊടുക്കാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളേജ് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതാണ് ഈ ഒരു സൈഡിൽ ഒരു തെങ്ങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ലിമെൻറ്റ് കോളേജ് പട്ടാമ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെയും ഒന്നും ഇവിടെ ഇങ്ങനെ അടിയിലും എഴുതി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഗ്യാപ്പ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ കാരണം പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഓരോ എന്താ പറയുക കൊട്ടേറിയും കാര്യങ്ങളൊക്കെ വിളിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കൊട്ടേര് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൂടി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോവുക, നമ്മുടെ ഈ ഒരു ക്ലിപ്പിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളയുക. ശേഷം നേരെ ഈ ഒരു പർപ്പിളിന് എടുക്കുക. പർപ്പിൾ എടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറിയുക, ഇനി ഇവിടെ നിന്ന് ഫുൾ പർപ്പിളാണ് വരിക, ഫുള്ള് പർപ്പിളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അറിയുക, ആഡ് ടെക്സ്റ്റ് പോയിട്ട് നമ്മുടെ സ്റ്റേ ട്യൂൺഡ് എന്ന് എഴുതുക. സ്റ്റേ ട്യൂൺഡ് ടെക്സ്റ്റ് എഴുതി നിങ്ങൾ അതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ജോവിയാൽ എന്നുള്ളത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റിനെ നമ്മുടെ സെൻട്രലാക്കി കൊടുക്കുക, കുറച്ച് വലുപ്പത്തിൽ വെച്ച് കൊടുക്കുക. ശേഷം ഇതേപോലെ അതിൻ്റെ കളറ് വൈറ്റ് ഞാൻ ആക്കി കൊടുത്ത് ഷേഡോസ് പോയിട്ട് അതിലേക്ക് ഞാനൊരു ബ്ലാക്ക് ഷേഡോ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ആനിമേഷനിൽ പോവുക. ആനിമേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ആനിമേഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ ആനിമേഷൻ ആഡ് ചെയ്യുന്നത് ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ഫാസ്റ്റ് ലാൻഡിങ് എന്നുള്ള ഈ ഒരു ആനിമേഷനെ ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ അതും ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടതിനനുസരിച്ച് വെച്ച് കൊടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, ബാക്കി കളയുക. അപ്പോൾ നമ്മുടെ പ്രോമോ സെറ്റായി. ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങളൊരു ചെറിയൊരു ആനിമേഷൻ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഈ ഒരു സർക്കിൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഈ ഒരു സർക്കിൾ ഓക്കെ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതെല്ലാം തന്നെ ഇവിടെ വേറെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതേപോലത്തെ ഈ ഒരു ക്ലാസിക് എന്നുള്ള ഉണ്ടല്ലോ, അതിൽ കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമുക്കതങ്ങനെ അറിയില്ല സാധനം. കണ്ടോ ആ ഒരു, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കണ്ടോ സ്റ്റാറ്റ്യൂനോടുമായി കലാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രോമോ വീഡിയോ ഇപ്പോൾ അതാണ് നമ്മളവിടെ മേക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് പറയുന്നത് ഓഡിയോ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഡിയോ അത് കറക്റ്റായിട്ട് കിട്ടൂല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു മ്യൂസിക് അതിൻ്റെ പിന്നാലെ കട്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ വീണ്ടും ഒരു പുതിയൊരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ഓഡിയോ പോയിട്ട് ഞാൻ അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് തരാം, ഡൗൺലോഡ് ചെയ്യാലത്. ആ ഒരു ഓഡിയോ നിങ്ങൾ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഡിയോ ആകെ അത്രേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് ട്യൂണൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം നമ്മുടെ മ്യൂസിക് കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സോങ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഓഡിയോൻ്റെ സ്റ്റാർട്ട് ഭാഗം ഇതന്നെ വെച്ചിട്ട് ആ ഒരു ഭാഗം, ഈ ഒരു വടം വലിച്ചിട്ട് എന്നുള്ള ഭാഗം വരുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ ആ മ്യൂസിക്കിൻ്റെ സ്റ്റാർട്ടാക്കി കൊടുത്തിട്ട് ബാക്കി പിന്നെ നിങ്ങളെ വീഡിയോ എവിടെയാണ് എൻഡ് ചെയ്യണേ അതിനനുസരിച്ചിട്ട് ആ മ്യൂസിക്കിൻ്റെ ഓഡിയോ ലാസ്റ്റ് എൻഡ് ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പ്രോമോ വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ട്രെയിനിങ് ട്യൂട്ടോറിയൽസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. മറ്റൊരു ട്യൂട്ടോറിയൽ വീണ്ടും വരും. ഓക്കെ, ബൈ.